ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയതിന് കാരണം തന്നെ ചില സമയത്ത് നമ്മളൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകും. ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കാത്ത മനുഷ്യർ ഒരു പക്ഷേ ഈ ലോകത്ത് വിരളമായിരിക്കും അല്ലേ. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ശരിക്കും ആ ഒരു പെയിൻ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. നമുക്ക് എല്ലാവരും ഉള്ളപ്പോൾ തോന്നും ഞാൻ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ ഏറ്റവും നന്നായിട്ട് ജീവിക്കും, അല്ലെങ്കിൽ ആരും വേണ്ട എന്നൊക്കെ നമുക്ക് ചില സമയത്ത് തോന്നും. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് അതിൻ്റെ പെയിൻ എത്രയുണ്ടെന്ന് മനസ്സിലാകുന്നത്. ഞാനിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ, എങ്കിലും എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതൊരു പക്ഷേ എന്നെപ്പോലെ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള മനുഷ്യർക്ക് ഒരു മോട്ടിവേഷൻ ആയാലോ. എന്തുകൊണ്ട് നമ്മളെ സ്നേഹിക്കണം? ഞാനെന്ന് പറയുന്നത് സെൽഫ് ലവിനെ കുറിച്ചിട്ടാണ് കേട്ടോ. എനിക്ക് വേണ്ടി ഒരു മിനിറ്റ് സമയമെങ്കിലും മാറ്റി വയ്ക്കാൻ കഴിയുന്ന എൻ്റെ പ്രിയപ്പെട്ടവരാരും ഇപ്പോൾ എൻ്റെ അടുത്തില്ല. അവരൊക്കെ ജോലി തിരക്ക് കാരണം പല പല സ്ഥലങ്ങളിലാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഏതെങ്കിലും ഒരു സമയത്ത് ഞാനിതുപോലെ ഒറ്റപ്പെട്ടു പോകുമെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ എങ്ങനെ അതിനെ സർവൈവ് ചെയ്യാം എന്നുള്ള എൻ്റെ ജീവിത അനുഭവങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മിക്കവാറും എല്ലാവരും ഒരു ബിസി ലൈഫിലൂടെയാണ് കടന്നു പോകുന്നത്. ആർക്കും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് പോലും സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല. നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ നോക്കട്ടെ എന്നായിരിക്കും മിക്ക ആളുകളുടെ ഒരു മറുപടി. എന്തിനു നമ്മൾ അങ്ങനെ ഒരു റിപ്ലൈക്ക് വേണ്ടി കാത്തു നിൽക്കണം? നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടി തന്നെ ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചാൽ, നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിച്ചാൽ, നമുക്ക് നമ്മളെ തന്നെ പാമ്പർ ചെയ്യാൻ സാധിച്ചാൽ, നമുക്ക് നമ്മളുടെ കഴിവുകളിൽ തന്നെ അഭിമാനം തോന്നിത്തുടങ്ങിയാൽ, ഈ സ്വയം സ്നേഹം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു വല്ലാത്ത ജന്മമാട്ടോ. നമ്മൾ വല്ലാതെ അങ്ങ് സ്ട്രോങ് ആകും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത്രയും പ്രായമൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് വരെ ഞാൻ ഒറ്റയ്ക്ക് കിടന്നിട്ടില്ല കേട്ടോ. ഉള്ള സത്യം നിങ്ങളോട് പറയുകയാണ്. എനിക്ക് ഫിയറാണ്, പേടിയാണ്. അതായത് വീട്ടിൽ ഇപ്പം ഞാൻ മോളേ ഉള്ളൂ എന്നിരിക്കട്ടെ, ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് കിടക്കില്ല. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേ പോയി കിടക്കുള്ളൂ. ഒന്നുകിൽ അവൾ താഴെ വരും, അല്ലെങ്കിൽ ഞാൻ മുകളിൽ പോയി കിടക്കും. അത്ര ഒരു ഫിയറുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയി. ഒറ്റപ്പെട്ട എനിക്കത് എങ്ങനെ ഞാൻ ഓവർകം ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ രാത്രി ഉറങ്ങിയില്ല. ഏതാണ്ട് എന്താ പറയുക, പുലർച്ചെ 4 മണി വരെ ഞാൻ ഉണർന്നിരിക്കും. 4 മണിയൊക്കെ കഴിയുമ്പോൾ ചുറ്റുവട്ടത്തെ വീടുകളിലൊക്കെ ആളുകൾ ഉണർന്നു തുടങ്ങും. അപ്പോൾ ഞാൻ ഉറങ്ങും. 4 മണി തൊട്ട് 10:30, 11 മണി വരെയൊക്കെ ഞാൻ ഉറങ്ങും. അങ്ങനെ എൻ്റെ റുട്ടീനെല്ലാം പാടെ തെറ്റി. പിന്നെ ആയപ്പോൾ ഉണ്ടല്ലോ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു ധൈര്യം വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നീട് നേരത്തെ കിടന്നുറങ്ങും, സാധാരണ പോലെ ഉറങ്ങും. അപ്പം നമ്മൾ ആ ഫിയറിലേക്ക് നമ്മൾ മെല്ലെ അങ്ങ് ഇറങ്ങി ചെന്ന് കഴിയുമ്പം ആ ഫിയർ നമ്മളെ വിട്ടങ്ങ് പോകും. ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് തുടങ്ങിയപ്പോഴാണ് കേട്ടോ എന്നെ കൂടുതലായിട്ട് സ്നേഹിച്ചു തുടങ്ങിയതും പാമ്പർ ചെയ്ത് തുടങ്ങിയതും. എനിക്ക് ചെറിയൊരു സാഡ് ഫീലിംഗ് ഉണ്ടായാൽ തന്നെ ഞാൻ വേഗം എൻ്റെ ഷോൾഡറിലൊക്കെ തട്ടിയിട്ട് ഞാൻ എന്നെ തന്നെ പാമ്പർ ചെയ്യും, ആശ്വസിപ്പിക്കും. സ്വയം സ്നേഹിക്കുന്നതിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ മാനസിക ആരോഗ്യം, മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ആണ് കേട്ടോ, ആത്മവിശ്വാസം, അത് വർദ്ധിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അതുപോലെ ടെൻഷനൊക്കെ കുറയുന്നുണ്ട്. മുന്നിലേക്ക് വരുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിനെ എനിക്ക് എന്താ പറയുക, മനസ്സിനെ സമ്മർദ്ദത്തിലാഴ്ത്താതെ എനിക്ക് അതിനെ ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കാണാൻ പറ്റുന്നുണ്ട്, കൂളായിരിക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ എനിക്ക് ഏറ്റവും മെച്ചമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കുള്ള കുറേ നെഗറ്റീവ് ചിന്തകളൊക്കെ ഒഴിവാക്കി നമുക്ക് കുറേ അങ്ങനെ ഫ്രീ ആയിട്ട് ഒന്ന് ശാന്തമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ അയ്യോ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, ഇനി എന്ത് ചെയ്യും, എനിക്ക് ആരും ഇല്ലല്ലോ എന്നോർത്ത് ഒരു വിധത്തിൽ നിങ്ങൾ തളർന്നു പോകരുത്. സ്വയം ആശ്വസിപ്പിക്കണം. എനിക്ക് ഞാനുണ്ട് എന്ന് നിങ്ങൾ സ്വയം ആശ്വസിപ്പിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ, ശീലിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ടും നമ്മുടെ ലൈഫ് വല്ലാതെ അങ്ങ് മാറും കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കായിപ്പോയി എന്ന് വെച്ചാൽ അങ്ങനെ അറിയാവേണ്ട കാര്യമൊന്നുമില്ലെന്നേ. നമുക്കിഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച്, നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. നമ്മുടെ മനസ്സിനെ നമുക്ക് സന്തോഷമാക്കി വെക്കാൻ പറ്റും. അത് നമ്മുടെ ആരോഗ്യത്തിലും മാറ്റം കൊണ്ടുവരും. എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തയ്യാറാക്കിയതാണ് കേട്ടോ ഇത്. കുക്കി ബ്രൗണിയാണ്, അല്ലെങ്കിൽ ബ്രൗണി കുക്കി, എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്താലോ? ഞാനിത് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരാരും സങ്കടപ്പെടേണ്ട. സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക്
വളരെ ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് സ്ട്രോങ് ആയിട്ട് ജീവിക്കാൻ പറ്റും. ആർക്ക് വേണ്ടിയും ഒന്നിനു വേണ്ടിയും നമ്മളെ ഹേർട്ട് ചെയ്യാതെ ഇരിക്കുക. നമുക്ക് കിട്ടുന്ന നല്ല നിമിഷങ്ങളെ നമ്മൾ ഉപേക്ഷിക്കാതെ ഇരിക്കുക, നഷ്ടപ്പെടുത്താതെ ഇരിക്കുക. പ്രപഞ്ചം എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ കുറച്ചും കൂടി അല്ലെങ്കിൽ ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ വണക്കം. താങ്ക് യു ഫോർ വാച്ചിങ്.